നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് മെൻഡിങ് വാൾ, മതിൽ നന്നാക്കൽ എന്നാണ്. മതിൽ നന്നാക്കൽ ഈസ് റിട്ടൺ ബൈ the mending wall is written by Robert Frost. Mending wall is written by Robert Frost. He was a famous poet. He was a famous poet. അദ്ദേഹം നല്ലൊരു പൊയറ്റാണ്. മാത്രമല്ല അമേരിക്കൻ വെൽ നോൺ പോയിറ്റാണ്. അപ്പം മെൻഡിങ് വാൾ ഈസ് റിട്ടൺ ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. ഹി വാസ് എ വെൽ നോൺ അമേരിക്കൻ പോയിറ്റ്. ആ മെൻഡിങ് വാൾ അതിനകത്ത് പറയുന്നത് എന്താണ്? സംതിങ് there is that doesn't love all. Something there is that doesn't love a wall. മതിൽ ഇഷ്ടപ്പെടാത്ത എന്തോ അവിടെയുണ്ട്. ആ വരിയുടെ അർത്ഥം അതാ. സംതിങ് there is that doesn't love a wall. മതിൽ ഇഷ്ടപ്പെടാത്ത എന്തോ ഒന്നവിടെയുണ്ട്. That sense a frozen ground cell under it. That sense അത് സെൻഡ് ചെയ്യുന്നു എ ഫ്രോസൺ ഗ്രൗണ്ട് സെൽ. സെൽ എന്ന് വെച്ചാൽ ഗ്രോയിങ് എന്നർത്ഥം. അണ്ടർ ഇറ്റ്. ആ മതിൽ എന്ന് പറയുമ്പോ ആ മതിലിൽ തണുത്തുറഞ്ഞ ഭൂമിയെ വികസിപ്പിച്ചെടുക്കുന്ന എന്തോന്നുണ്ട്. ദാറ്റ് സെൻസ് എ ഫ്രോസൺ ഗ്രൗണ്ട്. ഫ്രോസൺ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ തണുത്തുറഞ്ഞ ഭൂമി എന്നാണ്. തണുത്തുറഞ്ഞ ഭൂമിയില് എന്തോ അത് ഗ്രോയിങ് ഫ്രോസൺ ഗ്രൗണ്ട് സെൽ അണ്ടർ ഇറ്റ്. അത് തണുത്തുറഞ്ഞ ഭൂമിയെ അഥവാ മതിലിനടിയിലുള്ള മതിലിനടിയിലുള്ള ആ ഭൂമിയെ വികസിപ്പിച്ചെടുക്കുന്നു. ദാ രണ്ടു വരി പദ്യത്തിന്റെ അർത്ഥം. ആൻഡ് സ്പിൽസ്. സ്പിൽസ് എന്ന് വെച്ചാൽ ത്രോസ് ഔട്ട്. അത് പുറത്തേക്ക് കളയുന്നു. ദി അപ്പർ ബൗൾഡേഴ്സ് ഇൻ ദി സൺ. എന്താണ് പറഞ്ഞത്? ആൻഡ് സ്പിൽസ് ദി അപ്പർ ബൗൾഡേഴ്സ്. ബൗൾഡേഴ്സ് മീൻസ് സ്റ്റോൺസ് എന്നർത്ഥം. ബൗൾഡർ എന്ന് വെച്ചാൽ ഇവിടെ സ്റ്റോൺസ് എന്നർത്ഥം, കല്ലുകൾ എന്നർത്ഥം. ആൻഡ് സ്പിൽസ് മീൻസ് ത്രോ ഔട്ട്, പുറത്തേക്ക് കളയുന്നു. ആൻഡ് സ്പിൽസ് ദി അപ്പർ ബൗൾഡേഴ്സ് ഇൻ ദി സൺ. മതിലിന്റെ മുകൾ ഭാഗത്തെ കല്ലുകൾ വശത്തേക്ക് വീഴുന്നു. ആൻഡ് സ്പിൽസ് എന്ന് വെച്ചാൽ പുറത്തേക്ക് പോവാന്നർത്ഥം. ആൻഡ് സ്പിൽസ് ദി അപ്പർ ബൗൾഡേഴ്സ് ഇൻ ദി സൺ. അപ്പം മതിലിന്റെ മുകൾ ഭാഗത്തെ കല്ലുകൾ എന്ത് ചെയ്യുന്നു? താഴേക്ക് നിലംപതിക്കുന്നു. ആൻഡ് മേക്സ് ഗ്യാപ്സ്. അതിൽ വിടവുകളുണ്ട്. ആൻഡ് മേക്സ്, അത് വിടവുകൾ ഉണ്ടാക്കുന്നു. ഈവൻ ടു ക്യാൻ പാസ് അബ്രസ്റ്റ്. മതിലിനടിയിൽ നിന്നും വിടവുകൾ ഉണ്ടാക്കുന്നു. ആ വിടവുകളിലൂടെ രണ്ടാളുകൾക്ക് ഒരേ സമയത്ത് പോകാൻ പറ്റും. എന്താ പറഞ്ഞത്? ആൻഡ് മേക്സ് ഗ്യാപ്സ്. ആ മതിലുകൾ വിടവുകൾ ഉണ്ടാക്കുന്നു. ഈവൻ ടു ക്യാൻ പാസ് അബ്രസ്റ്റ്. അതിലൂടെ അബ്രസ്റ്റ് എന്ന് വെച്ചാൽ ടു പീപ്പിൾ വാക്കിംഗ് എന്നാണ് അർത്ഥം. രണ്ട് ആളുകൾക്ക് പോകത്തക്ക തരത്തിൽ, അഥവാ രണ്ടുപേർ തോളോട് തോൾ ചേർന്ന് പോകത്തക്ക തരത്തിലുള്ള വിടവുകളുണ്ട്. അപ്പോ ആ 4 വരി പദ്യം മനസ്സിലായി കാണും. ദി വർക്ക് ഓഫ് ഹണ്ടേഴ്സ് എന്ന് വെച്ചാൽ, ഹണ്ടർ എന്ന് വെച്ചാൽ വേട്ടക്കാർ. ദി വർക്ക് ഓഫ് ഹണ്ടേഴ്സ്, വേട്ടക്കാർ, ഈസ് അനദർ തിങ്.
മറ്റൊരു കാര്യമാണ്. അതിലേക്കൂടെയുള്ള വേട്ടക്കാരുടെ വരവ് മറ്റൊരു കാര്യമാണ്. ഈ വേട്ടക്കാർ എന്ത് ചെയ്യുന്നു? അപ്പൊ ദ വർക്ക് ഓഫ് ഹണ്ടേഴ്സ് ഈസ് അനദർ തിങ്. മറ്റൊരു കാര്യമാണ്. അതിലേക്കൂടെ പോകുന്ന വേട്ടക്കാരുടെ കാര്യം മറ്റൊരു കാര്യമാണ്. അതെന്താണ്? ഐ ഹാവ് കം ആഫ്റ്റർ ദം. ഐ ഹാവ് കം ആഫ്റ്റർ ദം. ഞാൻ അവർക്ക് പിന്നാലെ വരുന്നു. എന്താ? ഐ ഹാവ് കം ആഫ്റ്റർ ദം. ഈ ഹണ്ടേഴ്സിന്റെ പിന്നിലൂടെ ഞാൻ വരുന്നു. ആൻഡ് മെയ്ഡ് റിപ്പയർ. അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ മതിൽ ഇടിഞ്ഞു വീണാൽ അത് കറക്റ്റ് ചെയ്യാൻ ഞാൻ പുറകെ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഇതൊരു ലവ് അഫെയർ ആണ്. ആര് തമ്മിൽ? ലവ് അഫെയർ ബിറ്റ്വീൻ ടു നൈബേഴ്സ്. രണ്ട് അയൽക്കാർ തമ്മിലുള്ള ലവ് അഫെയർ ആണ്, അഥവാ ഫ്രണ്ട്ഷിപ്പാണ്. ലവ് അഫെയറിന് മറ്റൊരു അർത്ഥം നമ്മൾ പറയുമ്പോൾ, ലവ് അഫെയർ എന്ന് പറയുമ്പോൾ മറ്റൊരു തരത്തിൽ നമുക്ക് എടുക്കാം. പക്ഷെ ഇവിടെ ഫ്രണ്ട്ഷിപ്പാണ്, രണ്ട് അയൽക്കാർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അങ്ങനെ ഞാൻ ഈ വേട്ടക്കാരുടെ പിന്നിലേക്ക് വന്നിട്ട് ആൻഡ് മെയ്ഡ് റിപ്പയർ, അത് റിപ്പയർ ചെയ്യുന്നു. വേർ? അവിടെ. എന്നുവെച്ചാൽ ആ ഭാഗത്ത്, ആ മതിലിൽ, വേർ ദേ വുഡ് ഹാവ് ലെഫ്റ്റ് നോട്ട് വൺ സ്റ്റോൺ ഓൺ എ സ്റ്റോൺ. എന്താ? പൊട്ടിയ മതിലുകളുടെ കേടുപാടുകൾ. വേർ ദേ വുഡ് ഹാവ് ലെഫ്റ്റ്, അവർ പോകുമ്പോൾ, നോട്ട് വൺ സ്റ്റോൺ ഓൺ എ സ്റ്റോൺ, ഒരു കല്ലിന് പുകളിൽ മറ്റൊരു കല്ലിങ്ങനെ വീഴുകയാണ്. അപ്പം വിടവുകളിലൂടെയാണ് ഈ നായാട്ടുകാരും വരുന്നത്. ഞാൻ അവർക്ക് പിന്നിലേട്ട് പോകുന്നു. പൊട്ടിയ ആ മതിലുകളുടെ കേടുപാടുകൾ തീർക്കുന്നു. അപ്പോഴെന്ത് ചെയ്യും? വേർ ദേ വുഡ് ഹാവ് ലെഫ്റ്റ് നോട്ട് വൺ സ്റ്റോൺ ഓൺ എ സ്റ്റോൺ. ചില സമയങ്ങളിൽ ഈ കല്ലുകൾ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് എന്ത് ചെയ്യും? അതിങ്ങനെ മറിഞ്ഞു വീഴും. ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അങ്ങനെ അത് മറിഞ്ഞു വീഴും. ബട്ട് ദേ വുഡ് ഹാവ് ദ റാബിറ്റ് ഔട്ട് ഓഫ് ഹൈഡിങ്. ആ വിടവുകൾ ഉണ്ടാകുന്ന സമയത്ത് ഈ നായാട്ടുകാർ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ബട്ട് ദേ വുഡ് ഹാവ് ദ റാബിറ്റ് ഔട്ട് ഓഫ് ഹൈഡിങ്. ഒളിച്ചിരിക്കുന്ന, ഹൈഡ് ചെയ്യുക, ഒളിക്കുക. ബട്ട് ദേ വുഡ് ഹാവ് ദ റാബിറ്റ്. റാബിറ്റ് എന്ന് വെച്ചാൽ മുയലുകളാണ്. ഒളിച്ചിരിക്കുന്ന മുയലുകളെ ഇവർ വിളിക്കും. എന്തിനാ? ടു പ്ലീസ് ദ ഹെൽപ്പിംഗ് ഡോഗ്സ്. ദ ഗ്യാപ്സ് ഐ മീൻ. അപ്പം ചില സമയങ്ങളിൽ ഒന്നിനു മുകളിൽ മറ്റൊരു കല്ല് വീഴും എന്ന് കഴിഞ്ഞ പിന്നെ ആ ലൈനിൽ പറഞ്ഞെങ്കിൽ, പിന്നെ ഇത് കാണാത്ത വിധത്തിൽ വിടവുകൾ ഉണ്ടാക്കാറുണ്ട്. ചില സമയത്ത് നായാട്ടുകാർ എന്തു ചെയ്യും? ടു പ്ലീസ്. പ്ലീസ് മീൻസ് സന്തോഷിപ്പിക്കുക. ഈ നായാട്ടുകാർ, അപ്പം ബട്ട് ദേ വുഡ് ഹാവ് ദ റാബിറ്റ് ഔട്ട് ഓഫ് ഹൈഡിങ്. അപ്പം മാളങ്ങളിൽ ഒളിച്ചിരിക്കുന്ന റാബിറ്റുകളെ അവരെന്തു ചെയ്യും? ടു പ്ലീസ്, സന്തോഷിപ്പിക്കാൻ വേണ്ടി, ദ ഹെൽപ്പിംഗ് ഡോഗ്സ്. ആരുടെ ഹെൽപ്പിംഗ് ഡോഗ്സ്? ബാർക്കിംഗ് ഡോഗ്സ്. നായാട്ട് പട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, ദ ഗ്യാപ്സ് ഐ മീൻസ്, അവർ ഒളിഞ്ഞിരിക്കുന്ന മുയലുകളെ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ചില സമയത്ത് നാട്ടുകാരെന്ത്, അഥവാ ഈ നായാട്ടുകാരെന്ത് ചെയ്യും? കുരയ്ക്കുന്ന നായാട്ട് പട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒളിഞ്ഞിരിക്കുന്ന മുയലുകളെ പുറത്തേക്ക് ചാടിക്കുമായിരുന്നു. അതാണ് അവിടുത്തെ അർത്ഥം. ബട്ട് ദേ would have the rabbit out of hiding
ടു പ്ലീസ് ദ ഹെൽപ്പിംഗ് ഡോഗ്സ് ദ ഗ്യാപ്സ് ഐ മീൻ. എന്താ അതിന്റെ ഞാൻ ആ ഗ്യാപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചില സമയത്ത് നായാട്ടുകാർ കുരയ്ക്കുന്ന പട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഈ ഹൈഡ് ചെയ്തിരിക്കുന്ന അഥവാ ഒളിഞ്ഞിരിക്കുന്ന മുയലുകളെ പുറത്തേക്ക് ചാടിക്കുമായിരുന്നു. No one has seen them. ആരും കാണുക ഉണ്ടാകുകയില്ല. മെയ്ഡ് ഓർ ഹിയർഡ് കേൾക്കുകയുണ്ടാകുകയില്ല. ദ മെയ്ഡ്. അപ്പം ഈ ആരും കാണാനോ കേൾക്കാനോ ഉണ്ടാകില്ല. എന്തുവാ? ദ സ്റ്റോൺ ഡൗൺ, ആ കല്ലുകൾ വീഴുന്നത്. ഇപ്പൊ നോക്കാം, നോ വൺ ഹാസ് സീൻ ദം മെയ്ഡ് ഓർ ഹിയർഡ് ദം മെയ്ഡ്. എന്നാൽ കല്ലുകൾ താഴേക്ക് വീഴ്ത്തിക്കൊണ്ട് മതിലുകളിൽ പിളർപ്പുണ്ടാക്കുന്നതോ ഒരാളെപ്പോലും അവിടെ കാണാൻ പറ്റുകയില്ല. ഒരാള് കാണുകയോ കേൾക്കുകയോ ചെയ്യുകയില്ല. ബട്ട് അറ്റ് സ്പ്രിംഗ് മെൻഡിങ് ടൈം, എന്നാൽ വസന്തകാലത്ത് വി ഫൈൻഡ് ദം ദേ ആർ. വസന്തകാലത്ത് മതിലുകൾ കേടുപാടുകൾ തീർക്കേണ്ട സമയമാകുമ്പോൾ, ബട്ട് അറ്റ് സ്പ്രിംഗ് വസന്തകാലത്ത് മെൻഡിങ് ടൈം വി ഫൈൻഡ് ദം. എന്താ? ഞങ്ങൾ കാണും. എന്താണ്? ബട്ട് അറ്റ് സ്പ്രിംഗ് മെൻഡിങ് ടൈം, വസന്തകാലത്ത് മതിലുകൾ കേടുപാട് തീർക്കേണ്ട സമയത്ത് വി ഫൈൻഡ് ദം ദേ ആർ, ഞങ്ങൾ അവിടെ കാണും. എന്തിനാ? ടു മേക്ക് ദ വാൾ ഓർ ടു മേക്ക് ദ മെൻഡിങ് വാൾ. ആ മെൻഡിങ് വാൾ അവിടെ തീർക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ കാണും. അപ്പൊ അത് അത്രയും ഞാൻ ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അവിടെ ശ്രദ്ധിക്കുക. കാരണം കുറച്ച് സമയം കുറച്ച് പഠിച്ച് കൂടുതൽ മാർക്ക് മേടിക്കുക ഞാൻ പണ്ടേ പറയാറുണ്ട്. അപ്പൊ ഒന്നുകൂടെ ഞാൻ തീർത്ത് പറയുന്നു. സംതിങ് ദർ ഈസ് ദാറ്റ് ഡസന്റ് ലവ് ആൾ. അതിന്റെ അർത്ഥം മതിലിഷ്ടപ്പെടാത്ത എന്തോ അവിടെയുണ്ട്. ദാറ്റ് സെൻസ് എ ഫ്രോസൺ ഗ്രൗണ്ട് സെൽസ് അണ്ടർ ഇറ്റ്. തണുത്തുറഞ്ഞ ഭൂമിയെ അഥവാ മതിലിനു അടിയിലുള്ള ഭൂമിയെ അത് വികസിപ്പിക്കുന്നു. And spills the upper boulders in the sun. മതിലിന്റെ മുകൾ ഭാഗത്തെ കല്ലുകൾ വശങ്ങളിലേക്ക് വീഴുന്നു. And spills the upper boulders in the sun. അപ്പൊ എന്താ പറഞ്ഞത്? മതിലിന്റെ മുകൾ ഭാഗത്തെ കല്ലുകൾ താഴേക്ക് നിലം പതിക്കുന്നു. And makes gaps even two can abreast. അവിടെ വിടവുകൾ ഉണ്ടാക്കുന്നു. And makes gaps, അവിടെ വിടവുകൾ ഉണ്ടാക്കുന്നു. Even two can pass abreast. രണ്ടുപേർക്ക് കടന്നു പോകത്തക്ക തരത്തിൽ, അതും തോളോട് തോൾ ചേർന്നു. The work of hunters is another thing. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വർക്ക് ഓഫ് ഹണ്ടേഴ്സ് മറ്റൊരു കാര്യമാണ്. അവിടെ ഹണ്ടേഴ്സ് വരുന്നു. I have come after them and made a repair. ഞാൻ അവിടെ എത്തുന്നു അത് റിപ്പയർ ചെയ്യാൻ. ആ മെൻഡിങ് വാൾ, ആ മതിലിനെ നന്നാക്കാൻ ഞാൻ എത്തുന്നു. Where they would have left not one stone on a stone. എന്താണ്? ഞാൻ അവിടെ എത്തുമ്പോൾ ഈ കല്ലുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ നിലം പതിക്കുന്നു. അത് എനിക്ക് കാണാൻ കഴിയും. ബട്ട് എന്നാൽ they would have the rabbit out of hiding. അതിനകത്തിരിക്കുന്ന റാബിറ്റ് അഥവാ മാളങ്ങളിൽ ഒളിച്ചിരിക്കുന്ന റാബിറ്റുകളെ, മതിലുകളിൽ ഒളിച്ചിരിക്കുന്ന റാബിറ്റുകളെ ചാടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ടു പ്ലീസ് ദ ഹെൽപ്പിംഗ് ഡോഗ്സ്. പിന്നെ നായാട്ടു പട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? അവർ ശബ്ദമുണ്ടാക്കും. ഈ നായാട്ടുകാർ, ദ ഗ്യാപ്സ് ഐ മീൻ,
ആ ഗ്യാപ്സ് ഞാൻ ഉദ്ദേശിക്കുന്ന ആ വിടവുകളിൽ അവിടെ ഈ നായാട്ടുകാർ വിടവുകളിലൂടെ പോയിട്ട് ഒളിഞ്ഞിരിക്കുന്ന മുയലുകളെ അവർ നായാട്ടുപട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവിടെ ശബ്ദമുണ്ടാക്കും. എന്നിട്ടോ no one had seen them made or heard them made. ആർക്കും അവിടെ ഇത് കാണാനോ കേൾക്കാനോ സാധ്യമല്ല. I like buds at spring mending time he find them there. ആ വസന്തകാല സമയത്ത് മതിലുകൾക്ക് കേടുപാടുകൾ തീർക്കേണ്ട സമയമാകുമ്പോൾ ആ വിള്ളലുകൾ ഞാൻ കാണപ്പെടും. ഇന്ന് നമുക്ക് നിർത്താം തൽക്കാലം.